എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുളച്ച ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു ഉപകാരം നോക്കാം. അപ്പം നമ്മൾ പലപ്പോഴും കടയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ മുള വരാറുണ്ട്. അപ്പം മുളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ കളയുക വേണ്ടത്. നമ്മളത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങുകൾ നമ്മൾ മുളച്ച ശേഷം കളയാതെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ഉപയോഗിച്ചിട്ട് വെള്ളിയുടെ സാധനങ്ങൾ വെളുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വെള്ളിയുടെ പാദസരം, അതുപോലെ കമ്മൽ, വള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാം. അപ്പോൾ ചിലപ്പോൾ വെള്ളി കുറച്ച് ഉപയോഗം കഴിയുമ്പോഴേക്കും അത് കറുത്ത് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പിട്ട് കഴുകിയാലൊന്നും അത്ര നല്ല പോലെ ക്ലിയറായി വരാറില്ല. അപ്പോൾ അത് ക്ലിയറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ മുളച്ച ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സാധാരണ ഉരുളക്കിഴങ്ങ് വെച്ചും ചെയ്യാം. പക്ഷേ സാധാരണ ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ, വെറുതെ വേസ്റ്റാക്കി കളയാനല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ മുളച്ച ശേഷം നമ്മളത് കളയാനായിട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലുള്ള ആ എസൻസും അതിൻ്റെ ആ കംപ്ലീറ്റ് സത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം നിങ്ങളിൽ ഒത്തിരി വെള്ളിയുടെ ആഭരണങ്ങൾ നന്നായിട്ട് കറുത്തതുണ്ട്, അത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടണം. ഇപ്പം ഞാനൊരു അരഞ്ഞാണം മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ അതിനനുസരിച്ച് കുറച്ച് വെള്ളം, ഏതാണ്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഏത് ആഭരണമാണോ നമുക്ക് വെളുപ്പിച്ചെടുക്കേണ്ടത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മോളുടെ ഒരു അരഞ്ഞാണാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ കുറച്ച് നാളായി അത് ഉപയോഗിക്കാതെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കറുത്തിട്ടുണ്ട്. മാത്രമല്ല ചെറിയ രീതിയിൽ ക്ലാവ് പോലെ പച്ച കളറിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതിനു മുമ്പ് നല്ല പോലെ സോപ്പും അതുപോലെ പേസ്റ്റൊക്കെ ഇട്ട് കഴുകി. പക്ഷേ ഈ ക്ലാവിൻ്റെ സംഭവം അധികം പോയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ അരഞ്ഞാണം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെറുനാരങ്ങയുടെ ഒരു നീര് ഇതിലേക്ക് ഒഴിക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിക്കുക. ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും. അതും ഇല്ലെങ്കിൽ നമ്മുടെ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ സോപ്പ് പൊടി ഉണ്ടല്ലോ, സോപ്പ് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോപ്പ് പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ വെട്ടി തിളച്ച് വരുന്ന ആ അവസ്ഥയിൽ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇതിനുള്ളിലുള്ള ആ കറുത്ത സംഭവങ്ങളും കറുത്ത കളറിൽ ക്ലാവ് പോലെ പിടിച്ചിരിക്കുന്നതും എല്ലാം നന്നായിട്ട് ഇളകി വരും. നമ്മുടെ അരഞ്ഞാണം അല്ലെങ്കിൽ വെള്ളിയുടെ ഏത് ആഭരണമാണോ അത് നല്ല പോലെ ക്ലീൻ ആവുകയും ചെയ്യും. നമ്മൾ ഒരുപാടിട്ട് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല പോലെ ക്ലീനായി വരും. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച ശേഷം ഒരു സിമ്മിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി അടുപ്പത്ത് വയ്ക്കുക. അപ്പോഴേക്കും ഇതിൽ അഴുക്കുകളൊക്കെ നല്ല പോലെ ഇളകി വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലേക്ക് അഴുക്കുകളൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ അഴുക്കുകളൊക്കെ നല്ല പോലെ ഇല്ലെങ്കിൽ കൂടുതലായിട്ട് അടിഞ്ഞു കൂടും. അപ്പോൾ നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിത് സിമ്മിലേക്ക് മാറ്റാം. സിമ്മിലേക്ക് മാറ്റിയ ശേഷം ഒരു 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ അഴുക്കുകളൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ അരഞ്ഞാണും നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പച്ചവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്നും കൂടെ കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എത്രത്തോളം വെള്ളിയാഭരണങ്ങളുണ്ടോ അത്രത്തോളം നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അരഞ്ഞാണായിക്കോട്ടെ പാദസരമായിക്കോട്ടെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം. അപ്പം ഞാൻ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങിൻ്റെ അംശമൊക്കെ നമ്മുടെ ഈ അരഞ്ഞാണത്തിൽ നിന്ന് പോകുന്ന രീതിയിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കിനി ഒരു സാധനവും കൂടി വേണം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഹാൻഡ് വാഷും യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഡിഷ് വാഷ് ഉപയോഗിച്ച്
നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ പോവാതെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ഇട്ട് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ക്ലീൻ ആയിരുന്നു ഉറപ്പുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ കുറച്ചും കൂടെ അഴുക്ക് ബാക്കിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കുറച്ചും കൂടെ ഒരു കളർ കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും കൂടെ ചെയ്തത്. ഇപ്പോൾ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. വീഡിയോയിൽ അത് എത്രത്തോളം വ്യക്തമാണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ നല്ല തിളക്കം നമ്മുടെ ഈ അരഞ്ഞാണത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കളറൊക്കെ മങ്ങിയ അരഞ്ഞാണങ്ങളൊക്കെ അല്ലെങ്കിൽ വെള്ളിയുടെ ആഭരണങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഇതായിരുന്നു നമ്മുടെ അരഞ്ഞാണത്തിൻ്റെ അവസ്ഥ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ചും കൂടെ നല്ല കളറും അതുപോലെ ആ ക്ലാവും ഒക്കെ പോയി നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ കളയാനായിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.